Hello everyone, welcome back to a new video. Today we'll be discussing behaviorist theory which comes under MAS for ELT. So let's start. Behaviorism is one of the prominent theories of learning that is relevant to second language, and it is a psychological thought that places prime importance on the study of human behavior. B.F. Skinner is considered to be the godfather of behaviorism, and for behaviorists, learning is relatively permanent change in behavior due to experience. It is the acquisition of new behavior as the result of the individual's response to stimuli. They view learning as a sequence of stimulus and response action in the learner. സോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ പറഞ്ഞത്. അതൊരു ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ തിയറിയാണ്. അത് ഫൗണ്ട് ചെയ്തത് JB വാട്സൺ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ BF സ്കിന്നർ ആണ് വളരെ എന്താ പറയുക, ഒരു പ്രോമിനൻറ്റ് ഫിഗറായിട്ട് നമ്മൾ പറയുന്നത്. മറ്റ് സപ്പോർട്ടേഴ്സാണ് ലെണാർഡ് ബ്ലൂംഫീൽഡ്, ON മോറർ ആൻഡ് AW സ്വാട്സ്. And it was advanced in America as a new approach to psychology in the early decade of the 20th century. സോ ഇതിലെ മെയിൻ ഐഡിയ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ബിഹേവിയറിലൂടെയാണ് നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ക്ലാസ്സിലെ കാര്യം പറയുകയാണെങ്കിൽ, ആദ്യം ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഓരോ രീതിയിലുള്ള ഹിൻസ് കൊടുക്കുന്നുണ്ട്. ഏതാണ് ഡിസയേർഡ് ബിഹേവിയർ, ഒരു ക്ലാസ് ആവുമ്പോൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക, ക്ലാസ് ആ ഒരു കൺട്രോളിലായിരിക്കുക, അതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ തരുന്ന മെറ്റീരിയൽസും ടെക്സ്റ്റും നന്നായിട്ട് പഠിക്കുക, എക്സാംസ് നന്നായിട്ട് എഴുതുക, സമയത്തിന് അസൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ക്ലാസ്സിൻ്റെ ഡിസൈഡ് ബിഹേവിയേഴ്സ്. ഇതെല്ലാം തന്നെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹിൻഡ് വഴി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. നല്ല ബിഹേവിയറാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതിന് തെറ്റായിട്ടുള്ളൊരു ബിഹേവിയറാണ് കാണിക്കുന്നതെങ്കിൽ പണിഷ്മെൻറ്റ് വഴി അത് തിരുത്തുന്നുണ്ട്. ആൻഡ് ആ ഒരു എൻഡ് പെർഫോമൻസ് ആയിരിക്കും എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ദ ടീച്ചേഴ്സ് ജോബ് ഇസ് ടു മോഡിഫൈ ദ ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ് ബൈ സെറ്റിംഗ് അപ്പ് സിറ്റുവേഷൻസ് ടു റീഇൻഫോഴ്സ് ദ സ്റ്റുഡൻസ് വെൻ ദേ എക്സിബിറ്റ് ദി ഡിസൈർഡ് റെസ്പോൺസസ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ബേസിക്കലി പാസീവായിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ടീച്ചേഴ്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്, മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് തരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ പഠിക്കുക, അതുപോലെ തന്നെ ഡിസയേർഡ് ബിഹേവിയർ എന്താണോ അതുപോലെ തന്നെ പെർഫോം ചെയ്യുക, അത്ര മാത്രമേ നടക്കുന്നുള്ളൂ. സോ പാസീവായിട്ടുള്ളൊരു ലേണിംഗ് ആണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് മെറ്റീരിയൽ എന്താണോ അത് വായിക്കുക, അത് റിവ്യൂ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു ആക്ടിവിറ്റി. ഗ്രൂപ്പ് ഡിസ്കഷനെക്കാട്ടിലും ഇൻഡിവിജ്വൽ വർക്കിനാണ് കുറച്ചും കൂടി പ്രിഫറൻസ് കൊടുക്കുന്നത്. പിന്നെ സ്ട്രിക്റ്റ് ഇവാലുവേഷനാണ് നടക്കുന്നത്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വർക്കും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻഡ് പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. So next we are going to look at the principles of behaviorism, that is interaction with environment, and there is the principle of reinforcement, there is the principle of motivation. The students are motivated to be ready for the class. There is a drill and practice by which the student learns the language, and correct response is always encouraged, and if a student shows the behavior opposite to it, then he or she is punished. Exams are used to evaluate the student's performance, and the teacher is the central figure or the control, and he or she determines the environment and the curriculum or syllabus. Prominence is given to the end performance, and strict evaluation is conducted, and activities include reading, reviewing and analysis of the text. So ബിഹേവിയറിസ്റ്റ് തിയറിയിലെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെങ്കിൽ, ഓറൽ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പോക്കൺ ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്.
എഴുത്തും വായന എല്ലാം പിന്നീടാണ് വരുന്നത്. നമ്മളെപ്പോഴും ആ ഒരു കുഞ്ഞിന് ഓരോ വാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അതിനെ കൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യിപ്പിച്ച് ശരിയാണെങ്കിൽ എൻകറേജ് ചെയ്യുന്നു, തെറ്റാണെങ്കിൽ വീണ്ടും പറയിപ്പിക്കുന്നു. അങ്ങനെ ഓറൽ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ലാംഗ്വേജ് ലേണിംഗ് നടക്കുന്നത്. സെക്കൻഡ് ഫീച്ചർ ഇസ് ഹാബിറ്റ് ഫോർമേഷൻ. ഇപ്പോൾ ഒരു വാക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒറ്റൊരു സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു വാക്ക് പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പല സിറ്റുവേഷൻസിലും അങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിലൊരു ഹാബിറ്റാക്കി മാറുകയാണ് ഈ ലാംഗ്വേജ് ആ ഒരു കുട്ടി പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഹാബിറ്റ് ഫോർമേഷൻ ഒരു ഫീച്ചറായിട്ട് വരുന്നത്. തേർഡ് ഇസ് ദി സ്റ്റിമുലസ് റെസ്പോൺസ് ചെയിൻ. അതായത് ഒരു സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റെസ്പോൺസ് ആ ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിലൊരു സ്റ്റിമുലസ് റെസ്പോൺസ് ചെയിൻ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ അമ്മ എന്നൊരു വാക്ക് ആ കുട്ടിയെ പഠിപ്പിക്കുന്നു. അപ്പം തന്നെ കേട്ടപ്പോൾ തന്നെ കുട്ടി ആ വാക്ക് തിരിച്ച് പറയുന്നു. അടുത്ത് നമ്മളെന്താ അച്ഛൻ എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഓരോരോ വാക്കുകൾ നമ്മളങ്ങനെ പഠിപ്പിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കുട്ടിയോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കേട്ട് പഠിച്ച് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് ചെയിനാണ് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് ബിഹേവിയറിസ്റ്റ് തിയറി പറയുന്നു. നെക്സ്റ്റ് ഇസ് റീഎൻഫോഴ്സ്മെൻറ്റ് ആൻഡ് റിവാർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് സ്പെല്ലിംഗ് ടെസ്റ്റൊക്കെ നടത്തുന്ന സമയത്താണെങ്കിലും ചെറിയ ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ നടത്തുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് ഓരോ സ്റ്റിക്കേഴ്സൊക്കെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചോക്ലേറ്റ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ആ ഒരു കുട്ടി വീണ്ടും വീണ്ടും നല്ല മാർക്ക് വാങ്ങിക്കാനും നല്ല രീതിയിൽ പഠിക്കാനുമുള്ളൊരു എൻകറേജ്മെൻ്റാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടി മോഷ്ടിക്കുകയാണെന്നിരിക്കട്ടെ, ആ സമയത്ത് ആ കുട്ടിയെ വഴക്ക് പറയാറുണ്ട്, അടിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പം നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. പക്ഷെ അവിടെയും ലാംഗ്വേജ് ഒരു ലേണിംഗ് നടക്കുക. കാരണം അതിലൂടെ ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് മോഷ്ടിക്കുന്ന തെറ്റാണെന്നും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നും. അപ്പം അങ്ങനത്തെ രീതിയിൽ ലാംഗ്വേജിൽ വരുമ്പോഴും നമ്മൾ ഓരോ ടെസ്റ്റ് പേപ്പേഴ്സ് നടത്തുമ്പോഴും ഡിക്റ്റേഷൻസ് നടത്തുമ്പോഴും ഓരോ രീതിയിലുള്ള ഇപ്പോൾ സ്റ്റിക്കേഴ്സും ക്യാൻഡീസും അങ്ങനത്തെ രീതിയിലുള്ള പല രീതിയിൽ റിവാർഡ് നൽകിക്കൊണ്ട് ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ കുട്ടിക്ക് ആ ഒരു ലാംഗ്വേജ് വീണ്ടും വീണ്ടും പഠിക്കാനും ഉള്ളൊരു താല്പര്യം അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് ലേണിംഗ് ഈസ് സെയിം ഫോർ ഓൾ. കാരണം ഇങ്ങനത്തെ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാ ഇൻഡിവിജ്വലിനും ഒരേ എക്സ്പോഷറാണ് കിട്ടുന്നത്, സെയിം എൻവയറമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എൻവയറമെൻറ്റിൽ എല്ലാവരും ഒരേ രീതിയിലാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് വി കം ടു ദി കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഓർ ലിമിറ്റേഷൻ. അതിൽ മെയിനായിട്ട് പറയുന്നത് ഇറ്റ് ഡിസ്റിഗാർഡ് ദി ആക്ടിവിറ്റി ഓഫ് ദി മൈൻഡ്. കൂടുതലും ബിഹേവിയർ ആ കുട്ടിയുടെ ബിഹേവിയറിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൈൻഡ് വെച്ചിട്ടുള്ളൊരു റോൾ അവിടെ ഇല്ല. അങ്ങനത്തെ രീതിയിൽ ഒരു മൈൻഡിനൊരു റോളില്ല, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തിയറിസ്റ്റുകൾ പറയുന്നുണ്ട്. അതൊരു ലിമിറ്റേഷനാണെന്ന് പറയാൻ പറ്റും. ഇറ്റ് ഇഗ്നോർസ് ദി ചൈൽഡ്. കാരണം സ്റ്റുഡൻസ് പാസീവ് റോളാണെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് എന്താണോ മെറ്റീരിയൽ കിട്ടുന്നത് അത് അതുപോലെ കാണാതെ പഠിച്ചു പോവുക. ഒരു തിങ്കിങ് എബിലിറ്റി അവിടെ നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് പാസീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊരു ലിമിറ്റേഷൻ ആണെന്ന് പറയുന്നു. പ്രോസസ് ഓഫ് ലേണിംഗ് ഇസ് നോട്ട് ആക്സസ്ഡ്. കാരണം എൻഡ് പെർഫോമൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു ലിമിറ്റേഷനാണ്. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവാലുവേഷൻ ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്നും ആ കുട്ടിക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലെസൺ പ്ലാൻ തന്നെ മാറ്റങ്ങൾ വരുത്തണോ വേണ്ടിയോ എന്നൊന്നും ടീച്ചറിന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് അവിടെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു എൻഡ് പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് അല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് റിഡ്യൂസസ് ദി ലാംഗ്വേജ് എക്സ്പോഷർ ടു ദി ലേണർ. അഗെയിൻ അവിടെ ഹാബിറ്റ് ഫോർമേഷനൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊരു ലാംഗ്വേജ് എക്സ്പോഷർ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഈസ് ഇഗ്നോർഡ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവാലുവേഷൻ അവിടെ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ ഇടയ്ക്ക് വെച്ചിട്ട്
പഠിക്കുന്ന ഒരു പ്രോഗ്രസ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതെന്താണെന്ന് ടീച്ചറിന് മനസ്സിലാവുന്നില്ല, അത് കറക്റ്റ് ചെയ്യാനുള്ള സ്പേസും ടൈമും കിട്ടുന്നില്ല, ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല, ലെസൺ പ്ലാൻ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനുള്ളൊരു ടൈം കിട്ടുന്നില്ല. സോ ഫോർമേറ്റീവ് ഇവാലുവേഷൻ അവിടെ നടക്കുന്നില്ല. ആൻഡ് ദെൻ ഇറ്റ് ഫെയിൽസ് ടു സീ ദാറ്റ് ലേണിംഗ് ക്യാൻ ടേക്ക് പ്ലേസ് വിത്തൗട്ട് റീഎൻഫോഴ്സ്മെൻറ്റ്. കാരണം നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനത്തെ രീതിയിൽ റിവാർഡ്സ് ഒക്കെ കൊടുത്ത് ഒരു കുട്ടിയെ എൻകറേജ് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ പോലും റീഎൻഫോഴ്സ്മെൻറ്റ് ശരിക്കും ആവശ്യമില്ല. കാരണം റീഎൻഫോഴ്സ്മെൻറ്റ് ഇല്ലാതെയും ഒരു പഠിത്തം നടക്കും എന്നുള്ളൊരു കാര്യം തിയറിസ്റ്റുകൾ അംഗീകരിക്കുന്നില്ല. ഇവിടെ റീഎൻഫോഴ്സ്മെൻറ്റ് കൂടിയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്, കാരണം റീഎൻഫോഴ്സ്മെൻറ്റ് ഇല്ലാതെയും ലേണിംഗ് നടക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ ടു കൺക്ലൂഡ്, it is clear that language learning and its development for behaviorists is a matter of conditioning by means of imitation, practice, reinforcement, and habituation, which constitute the pace of language acquisition. Important proponents are Thorndike, Hull, Skinner, etc. And even though there are a lot of principles that are important, it also has its own shortcomings as well. But it cannot be denied that language process is for the most part a behaviorist process, a verbal behavior. So behaviorism establishes the basic background of exercise, either oral or written, in viewing language as a stimulus response. So that is the main thing about behaviorism, and that is also the reason why even with its limitation it is considered to be a very important theory when it comes to second language learning. So we will be discussing the other theories such as cognitivism and constructivism in the following videos. So stay tuned and thank you for listening.